ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറബ് വുമൻ റൈറ്റേഴ്സ് എ ബ്രീഫ് സ്കെച്ച് എന്നൊരു എസ്സേയാണ്. അറബ് വുമൻ റൈറ്റേഴ്സ് എ ബ്രീഫ് സ്കെച്ച് എന്ന എസ്സേ എഴുതിയത് ഡാലിയ കൊഹൻമോർ ആണ്. ഈ എസ്സേ അറബ് വുമൻ റൈറ്റേഴ്സ് ആൻ ആന്തോളജി ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്ന പുസ്തകത്തിൻ്റെ ഓപ്പണിംഗ് ചാപ്റ്ററാണ്. 2005 ഈ ആന്തോളജി പബ്ലിഷ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആന്തോളജി എന്താണെന്ന് നോക്കാം. ആന്തോളജി എന്ന് പറയുന്നത് പല എഴുത്തുകാരുടെ കൃതികൾ ഒരു പുസ്തകത്തിൽ ഒന്നിച്ച് സംഹരിക്കുന്നതിനെയാണ് ആന്തോളജി എന്ന് പറയുന്നത്. ഈ ആന്തോളജി ഡാലിയ കൊഹൻമോർ എഡിറ്റും ട്രാൻസ്ലേറ്റും ചെയ്തതാണ്. ഇതിൽ ഈജിപ്റ്റ്, ലെബനോൺ, സിറിയ, പാലസ്തീൻ തുടങ്ങിയ വിവിധ അറബ് രാജ്യങ്ങളിലെ സ്ത്രീ എഴുത്തുകാരുടെ ഷോർട്ട് സ്റ്റോറീസ് ഉൾപ്പെടുന്നു. ഈ എസ്സേൻ്റെ പ്രധാന പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് വുമൻ റൈറ്റേഴ്സിനെ റീഡേഴ്സിന് പരിചയപ്പെടുത്തുക എന്നതാണ്. അറബ് സ്ത്രീകളുടെ ജീവിതം, കുടുംബം, വിവാഹം, സ്വാതന്ത്ര്യം, സാമൂഹിക മാറ്റങ്ങൾ എന്നീ വിഷയങ്ങളാണ് ഈ കഥകളിൽ പ്രധാനമായും കാണുന്നത്. ഒരു സിമ്പിൾ എക്സാം നമുക്ക് വേണമെങ്കിൽ നോക്കാം. നമ്മുടെ സ്കൂളിലോ കോളേജിലോ വളരെ ടാലൻറ്റഡായ ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ആ കുട്ടിക്ക് സ്റ്റേജിൽ അവസരം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർ ആ കുട്ടിയുടെ കഴിവ് അറിയില്ല. സ്റ്റേജിൽ അവസരം കിട്ടുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ ആ കുട്ടിയുടെ കഴിവ് അറിയുന്നത്. അതുപോലെ തന്നെ അറബ് വുമൻ റൈറ്റേഴ്സിൻ്റെ കഥകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ ഈ ആന്തോളജി ഒരു പ്ലാറ്റ്ഫോമായി പ്രവർത്തിച്ചു. 2005 ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത സമയത്ത് അറബ് സമൂഹത്തോടും അറബ് സ്ത്രീകളുടെ ജീവിതത്തോടുമുള്ള ഗ്ലോബൽ ഇൻട്രസ്റ്റ് വർദ്ധിച്ചിരുന്നു. ട്രാൻസ്ലേഷൻ വഴി ഈ കഥകൾ ലോകം മുഴുവനുള്ള റീഡേഴ്സിലേക്ക് എത്തി. അതുകൊണ്ട് അറബ് വുമൻ റൈറ്റേഴ്സ് എ ബ്രീഫ് സ്കെച്ച് എന്ന എസ്സേ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, അറബ് വുമൻ റൈറ്റേഴ്സിൻ്റെ സാഹിത്യ സാമൂഹികമായ അവരുടെ ശബ്ദം ലോകത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാന ലേഖനവും കൂടിയാണ്. ഇനി നമുക്ക് ഈ എസ്സേയുടെ ഓഥറായ ഡാലിയ കൊഹൻമോറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഡാലിയ കൊഹൻമോർ 1948 ഇസ്രായേലിലാണ് ജനിച്ചത്. അവർ അറബിക് ലിറ്ററേച്ചറും മിഡിൽ ഈസ്റ്റേൺ കൾച്ചറും സ്പെഷ്യലൈസേഷൻ ആക്കിയ ഒരു പ്രമുഖ സ്കോളറാണ്. അവരുടെ പ്രധാന കൃതികളിൽ അറബ് വിമൻ റൈറ്റേഴ്സ് എന്ന ആന്തോളജിയും മദേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ഇൻ അറബ് വിമൻസ് ലിറ്ററേച്ചർ എന്ന പുസ്തകവും ഉൾപ്പെടുന്നു. ഡാലിയ കൊഹൻമോറിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്തെന്ന് വെച്ചാൽ അറബ് വിമൻ റൈറ്റേഴ്സിൻ്റെ കഥകളും അനുഭവങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തി എന്നതാണ്. ട്രാൻസ്ലേഷനും റിസർച്ചും വഴി അറബിക് ലിറ്ററേച്ചറിനെ ഇൻ്റർനാഷണൽ റീഡേഴ്സിന് എത്തിക്കാൻ അവർ സഹായിച്ചു. സിമ്പിളായി പറഞ്ഞാൽ ഒരു നല്ല ടീച്ചർ സ്റ്റുഡൻസിൻ്റെ കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പോലെ ഡാലിയ കൊഹൻമോർ വിമൻ റൈറ്റേഴ്സിൻ്റെ ശബ്ദം ലോകം മുഴുവൻ കേൾപ്പിക്കാൻ സഹായിച്ച സ്കോളറാണ്. ഇനി നമുക്ക് അറബ് വിമൻ റൈറ്റേഴ്സ് എങ്ങനെ ലിറ്ററേച്ചറിൽ പ്രാധാന്യം നേടിയെന്ന് നോക്കാം. കഴിഞ്ഞ അരനൂറ്റാണ്ടായി അറബ് വിമൻ ഫിക്ഷനിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമല്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും നടന്ന അൽ നാദ എന്ന കൾച്ചറൽ റിവൈവലിൻ്റെ ഭാഗമായി വെസ്റ്റേൺ ലിറ്ററേച്ചറിൽ നിന്ന് നോവലും ഷോർട്ട് സ്റ്റോറിയും അറബ് ലോകത്തേക്ക് വന്നു. അതിനു മുമ്പ് അറബിക് ലിറ്ററേച്ചറിൽ പോയട്രിക്ക് ആയിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. ഷോർട്ട് സ്റ്റോറിയുടെ വളർച്ചയിൽ അറബിക് പ്രസ് അഥവാ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ് വലിയ പങ്ക് വഹിച്ചു. ഈ പബ്ലിക്കേഷൻസ് റൈറ്റേഴ്സിന് അവരവരുടെ രചനകൾ പ്രസിദ്ധീകരിക്കാനുള്ള പ്ലാറ്റ്ഫോമാക്കി മാറ്റി. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പല അറബ് രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടുകയും സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൂടുതലായി ലഭ്യമാക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി കൂടുതൽ സ്ത്രീകൾ ലിറ്ററേച്ചർ രംഗത്തേക്ക് വന്നു. പക്ഷേ അവർ എഴുതാൻ തുടങ്ങിയെങ്കിലും ലിറ്ററേച്ചർ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡായിരുന്നു. അതുകൊണ്ട് തന്നെ അറബ് വുമൻ റൈറ്റേഴ്സിന് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. സിമ്പിളായി പറഞ്ഞാൽ മുമ്പ് കാലങ്ങളിൽ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കുറവായിരുന്നു. എഡ്യൂക്കേഷനും പബ്ലിക്കേഷൻ പ്ലാറ്റ്ഫോംസും ലഭിച്ചപ്പോൾ അവരുടെ കഴിവുകളും ശബ്ദവും ലിറ്ററേച്ചർ വഴി പുറത്തു വന്നു. അറബ് വുമൻ റൈറ്റേഴ്സിൻ്റെ വളർച്ച ഇങ്ങനെയാണ് ആരംഭിച്ചത്. വുമൻ റൈറ്റേഴ്സ് ലിറ്ററേച്ചറിൽ പ്രവേശിച്ചെങ്കിലും അവരുടെ യാത്ര എളുപ്പമായിരുന്നില്ല. അവർ പല വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ആദ്യമായി ലിമിറ്റഡ് റെപ്രസെൻറ്റേഷൻ എന്ന പ്രശ്നമുണ്ടായിരുന്നു. എഴുത്തുകാരിൽ കൂടുതൽ പേരും മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ലോവർ ക്ലാസ് സ്ത്രീകളുടെ ജീവിതവും പ്രശ്നങ്ങളും കുറച്ചു മാത്രം പ്രതിപാദിപ്പിക്കപ്പെട്ടു. രണ്ടാമത്തെ വെല്ലുവിളി എന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൺസ്ട്രെയിൻസ് ആയിരുന്നു. പല സ്ത്രീകൾക്കും കുടുംബ ഉത്തരവാദിത്തങ്ങൾ, ജോലികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പൂർണ്ണമായും റൈറ്റിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ പ്രശ്നം സെൻസർഷിപ്പും ഒപ്പോസിഷനുമായിരുന്നു. ജെൻഡർ ഇൻഇക്വാളിറ്റി, സെക്ഷുവാലിറ്റി പോലുള്ള കോൺട്രവേഴ്സ്യൽ ടോപ്പിക്സ് എഴുതിയതിന് പല എഴുത്തുകാരും
വിമർശനങ്ങളും നിയമ നടപടികളും നേരിട്ടു. ഉദാഹരണത്തിന് നവാൽ അൽ സാദവിയുടെ വിമൻ ആൻഡ് സെക്സ് എന്ന പുസ്തകം പല അറബ് രാജ്യങ്ങളിൽ ബാൻ ചെയ്യപ്പെട്ടു. ലൈല ബാലാബാക്കി ഒബ്സീനിറ്റി ട്രയൽ നേരിട്ടു. സുഹൈർ അൽ തല്ലും സബ്യ ഗാമിസും അവരവരുടെ രചനകളുടെ പേരിൽ നിയമപ്രശ്നങ്ങൾ നേരിട്ടു. മറ്റൊരു പ്രധാന വെല്ലുവിളി ഫാമിലി ഒപ്പോസിഷൻ ആയിരുന്നു. ചില സ്ത്രീകൾക്ക് അവരവരുടെ അച്ഛനമ്മമാരുടെയും ഭർത്താക്കന്മാരുടെയും എതിർപ്പ് കാരണം സ്വാതന്ത്ര്യത്തോടെ എഴുതാൻ കഴിഞ്ഞില്ല. അലീഫ റിഫാത്ത് ഭർത്താവിൻ്റെ മരണത്തിന് ശേഷമാണ് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ എഴുതിയത്. നവാൽ അൽ സാദവി തൻ്റെ ലിറ്റററി കരിയറിനെ എതിർത്ത 2 ഭർത്താക്കന്മാരെയും ഡിവോഴ്സ് ചെയ്തു. അറബ് വിമൻ റൈറ്റേഴ്സ് നേരിട്ട മറ്റൊരു പ്രധാന പ്രശ്നം നോക്കാം. മെയിൽ റെസിസ്റ്റൻസും സോഷ്യൽ ബാരിയേഴ്സും. അറബ് സമൂഹത്തിൽ പല പുരുഷന്മാർ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിനെ അംഗീകരിച്ചുവെങ്കിലും അവർ സ്വന്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതും എഴുത്തുകാർ ആകുന്നതും എതിർത്തിരുന്നു. സമൂഹം വളരെ കൺസർവേറ്റീവ് ആയതുകൊണ്ട് സ്ത്രീകൾ എഴുതുന്ന പല വിഷയങ്ങളും വിമർശനങ്ങൾക്ക് വിധേയമായി. പ്രത്യേകിച്ചും വിമൻസ് റൈറ്റ്, ജെൻഡർ ഇക്വാളിറ്റി, സെക്ഷുവാലിറ്റി എന്നീ വിഷയങ്ങൾ എഴുതുമ്പോൾ കൂടുതൽ എതിർപ്പുണ്ടായി. ഇതിനെക്കുറിച്ച് മൊറോക്കൻ സോഷ്യോളജിസ്റ്റ് ഫാത്തിമ മെർനിസി ഒരു പ്രധാന ഒബ്സർവേഷൻ നടത്തുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ചില പുരുഷന്മാർ സ്ത്രീകളുടെ ശബ്ദം നിർത്താൻ ടെററിസ്റ്റ് ടാറ്റിക്സ് ഉപയോഗിക്കുന്നു എന്നാണ്. ഇവിടെ ടെററിസ്റ്റ് ടാറ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോംബോ ആക്രമണമോ ഒന്നുമല്ല. പകരം ഭയപ്പെടുത്തുക, അപമാനിക്കുക അല്ലെങ്കിൽ വിമർശിക്കുക, സ്ത്രീകളുടെ ആശയങ്ങൾ തള്ളിക്കളയുക എന്നതാണ്. ഉദാഹരണത്തിന് ഒരു സ്ത്രീ റൈറ്റർ ജെൻഡർ ഇക്വാളിറ്റീനെ കുറിച്ച് എഴുതിയാൽ ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല, അല്ലെങ്കിൽ ഇത് വിദേശ ആശയമാണ് എന്ന് പറഞ്ഞ് അവരുടെ അഭിപ്രായം അംഗീകരിക്കാതെ തള്ളിക്കളയുന്നു. സിമ്പിളായി പറഞ്ഞാൽ ആശയത്തെ ചർച്ച ചെയ്യുന്നതിന് പകരം ആ വ്യക്തിയുടെ ശബ്ദം തന്നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിനെ ഫാത്തിമ മെർനിസി ടെററിസ്റ്റ് ടാറ്റിക്സ് എന്ന് വിളിച്ചു. അതുകൊണ്ട് അറബ് വിമൻ റൈറ്റേഴ്സിന് നല്ല കഥകൾ എഴുതുന്നതിന് മാത്രം ശ്രദ്ധിച്ചാൽ പോരായിരുന്നു, മറിച്ച് സാമൂഹിക എതിർപ്പുകളും പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രശ്നങ്ങളും മറികടക്കേണ്ടി വന്നിരുന്നു. പിക്ചറിൽ കാണുന്നതാണ് അറബ് വിമൻ ലിറ്ററേച്ചറിലെ പ്രധാനമായ ചില റൈറ്റേഴ്സ്. ഇവരുടെ രചനകളിൽ സ്ത്രീകളുടെ ജീവിതം, ഐഡൻറ്റിറ്റി, ഫാമിലി, റിലേഷൻഷിപ്പ്, ജെൻഡർ ഇക്വാളിറ്റി, ഫ്രീഡം, സാമൂഹിക നിയന്ത്രണങ്ങൾ എന്നീ വിഷയങ്ങൾ പ്രധാനമായും കാണാം. പ്രത്യേകിച്ചും നവാൽ അൽ സാദവി അറബ് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ്. അവർ സ്ത്രീകൾ നേരിടുന്ന അനീതികളും സാമൂഹിക പ്രശ്നങ്ങളും ധൈര്യമായി എഴുതിയതുകൊണ്ട് വളരെയധികം ചർച്ചയും വിമർശനവും നേരിട്ടിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ എഴുത്തുകാരും ഫുൾ ടൈം റൈറ്റേഴ്സ് ആയിരുന്നില്ല. ചിലർ പ്രൊഫസേഴ്സ്, ജേർണലിസ്റ്റ്, ഡിപ്ലോമാറ്റ്സ് എന്നീ നിലകളിലും ജോലി ചെയ്തിരുന്നു. എന്നാൽ അവർ എഴുത്തിലൂടെ അറബ് സ്ത്രീകളുടെ അനുഭവങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. അതുകൊണ്ട് അറബ് വിമൻ റൈറ്റേഴ്സ് ഒരു ഗ്രൂപ്പ് മാത്രമല്ല, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത അനുഭവങ്ങളും കാഴ്ചപ്പാടുമുള്ള ശക്തമായ ശബ്ദങ്ങളുടെ ഒരു വലിയ സമൂഹമാണ്. അറബ് വുമൻ റൈറ്റേഴ്സിനെ കുറിച്ചുള്ള മറ്റൊരു പ്രധാന വിഷയം നോക്കാം. അതാണ് മഷ്രിഖും മഗ്രിബും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം ഈ 2 പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം. മഷ്രിഖ് എന്നാൽ അറബ് ഈസ്റ്റേൺ, അതായത് അറബ് ലോകത്തിൻ്റെ കിഴക്കൻ ഭാഗം. ഈജിപ്ത്, പാലസ്തീൻ, ഇറാഖ്, ജോർദാൻ, ലെബനോൻ, സിറിയ എന്നീ രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. മഗ്രിബ് എന്നാൽ അറബ് വെസ്റ്റ്, അതായത് അറബ് ലോകത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗം. അൾജീരിയ, മൊറോക്കോ, ട്യൂണീഷ്യ എന്നീ നോർത്ത് ആഫ്രിക്കൻ അറബ് രാജ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ 2 പ്രദേശങ്ങളുടെ ചരിത്രവും കൊളോണിയൽ അനുഭവങ്ങളും വ്യത്യാസം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലിറ്ററേച്ചറിലും ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. മഷ്രിഖിൽ ഉള്ള മിക്ക റൈറ്റേഴ്സും പ്രധാനമായി അറബിക് ഭാഷയിലാണ് എഴുതിയിരുന്നത്. എന്നാൽ മഗ്രിബിൽ, പ്രത്യേകിച്ച് അൾജീരിയ, മൊറോക്കോ, ട്യൂണീഷ്യ പോലുള്ള രാജ്യങ്ങളിൽ പല റൈറ്റേഴ്സും ഫ്രഞ്ച് ഭാഷയിൽ എഴുതുന്നത് കാണാം. ഇതിൻ്റെ പ്രധാന കാരണം ഫ്രാൻസിൻ്റെ കൊളോണിയൽ ഭരണമായിരുന്നു. അതുകൊണ്ട് മഗ്രിബ് റൈറ്റേഴ്സിൻ്റെ രചനകളിൽ ഫ്രഞ്ച് ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും സ്വാധീനം കാണാൻ കഴിയും. ചിലർ അറബിക്കിൽ എഴുതിയാലും അവരുടെ സ്റ്റൈലിൽ ഫ്രഞ്ചിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. സിമ്പിളായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഭാഷയും എഴുത്തും അവരുടെ ചരിത്രവും സംസ്കാരവും സ്വാധീനിക്കുന്നത് പോലെ മഷ്രിഖ്, മഗ്രിബ് റൈറ്റേഴ്സ് രചനകളും അവരുടെ പ്രദേശങ്ങളുടെ ചരിത്രവും പ്രതിപാദിക്കുന്നു. അതിനാൽ
അറബ് വുമൻ റൈറ്റേഴ്സ് ഒരുപോലല്ല. അവരുടെ ഭാഷ, സ്റ്റൈൽ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്നിവ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. ആലിയ കൊഹൻമോർ ആന്തോളജിയിൽ സ്റ്റോറീസ് 8 തീമാറ്റിക് സെക്ഷൻസായി തരംതിരിച്ചിട്ടുണ്ട്. ഇവ അറബ് സ്ത്രീകളുടെ ജീവിതത്തിലെ വിവിധ അനുഭവങ്ങളും പ്രശ്നങ്ങളും പ്രതിപാദിക്കുന്നു. ആദ്യത്തെ പ്രധാന തീം ഫീമെയിൽ ഐഡൻറ്റിറ്റിയാണ്. അതായത് ഒരു സ്ത്രീ ആരാണ്, അവളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്താണ് എന്നത്. മറ്റൊരു പ്രധാന തീം ജെൻഡർ ഇക്വാളിറ്റിയാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടെ ചോദ്യം. ഒരു കുടുംബത്തിലെ ആൺമക്കളുടെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും പെൺമക്കളുടെ എഡ്യൂക്കേഷൻ അവഗണിക്കുകയും ചെയ്യുന്നത് ജെൻഡർ ഇൻഇക്വാളിറ്റിയുടെ ഒരു ഉദാഹരണമാണ്. സ്റ്റോറീസിൽ കൺസർവേറ്റീവ് ട്രഡീഷൻസ് വലിയ സ്ഥാനം വഹിക്കുന്നു. ചില സമ്പ്രദായങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നതായി കാണിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ ഇത് പെൺകുട്ടികൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് അവരുടെ അവസരങ്ങൾ നിഷേധിക്കുന്നത് കൺസർവേറ്റീവ് ട്രഡീഷൻ്റെ ഒരു എക്സാമ്പിളാണ്. മറ്റൊരു തീം എക്കണോമിക് ആൻഡ് ക്ലാസ് ഡിഫറൻസ് ആണ്. സമ്പന്നയായ ഒരു സ്ത്രീയുടെ ജീവിതവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീയുടെ ജീവിതവും വളരെ വ്യത്യാസമായിരിക്കും. ഈ വ്യത്യാസം പല കഥകളിലും കാണാൻ സാധിക്കും. അടുത്തത് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനാണ്. കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്നത് സമൂഹത്തിലെ മാറ്റങ്ങളെക്കുറിച്ചാണ്. പാരമ്പര്യവും ആധുനികവും തമ്മിലുള്ള സംഘർഷവും ഇവിടെ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, പേരൻസ് ട്രഡീഷണൽ വാല്യൂസ് പിന്തുടരുമ്പോൾ മക്കൾ പുതിയ ചിന്തകൾ സ്വീകരിക്കുന്നത്. അതായത് 2 സംസ്കാരങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന അനുഭവങ്ങൾ. ഒരു വ്യക്തി വീട്ടിൽ ഒരു സംസ്കാരവും പുറത്ത് മറ്റൊരു സംസ്കാരവും അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് പോലെ. സിമ്പിളായി പറഞ്ഞാൽ, ഈ ആന്തോളജി അറബിക് സ്ത്രീകളുടെ ജീവിതം, അവരുടെ ഐഡൻറ്റിറ്റി, അവകാശങ്ങൾ, സാമൂഹിക വെല്ലുവിളികൾ, മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള കഥകളുടെ ഒരു സംഹാരമാണ്. നമുക്ക് ഈ എസ്സേയുടെ കൺക്ലൂഷൻ നോക്കാം. അറബ് വിമൻ റൈറ്റേഴ്സ് പല വെല്ലുവിളികൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ മോഡേൺ അറബിക് ലിറ്ററേച്ചറിൽ വളരെ പ്രധാനമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സാമൂഹിക നിയന്ത്രണങ്ങൾ, സെൻസർഷിപ്പ്, ഫാമിലി ഒപ്പോസിഷൻ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നീ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ എഴുതുന്നത് നിർത്തിയില്ല. ഇവരുടെ ഫിക്ഷൻ വെറും കഥകൾ മാത്രമല്ല, അത് സെൽഫ് എക്സ്പ്രഷനും സോഷ്യൽ ക്രിട്ടിക്കിനും ആണ്. അതായത് അവരുടെ അനുഭവങ്ങളും വികാരങ്ങളും പ്രതിപാദിക്കുന്നതിനൊപ്പം സമൂഹത്തിലെ അനീതികളെയും പ്രശ്നങ്ങളെയും ചോദ്യം ചെയ്യുന്നു. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മിറർ നമ്മുടെ മുഖം കാണിക്കുന്നത് പോലെ ലിറ്ററേച്ചർ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കാണിക്കുന്നു. അറബ് വിമൻ റൈറ്റേഴ്സ് അവരുടെ രചനകളിലൂടെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ഇന്നും ചില കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും അവരുടെ കൃതികൾ ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നു. പല രചനകളും യൂറോപ്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ശബ്ദം ലോകം മുഴുവനുള്ള റീഡേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനാൽ അറബ് വിമൻ റൈറ്റേഴ്സിൻ്റെ ലിറ്ററേച്ചർ കഥകളിലൂടെ ഒരു സംഹാരം മാത്രമല്ല, അത് സ്ത്രീകളുടെ അനുഭവങ്ങൾ, അവകാശങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു പ്രധാന സാഹിത്യ സംഭാവനയാണ്. അറബ് വുമൻ റൈറ്റേഴ്സ് എ ബ്രീഫ് സ്കെച്ച് എന്നത് അറബ് സ്ത്രീകളുടെ സാഹിത്യ സംഭാവനകളും അവർ നേരിട്ട വെല്ലുവിളികളും അവരുടെ ശബ്ദവും ലോകത്തിലേക്ക് എങ്ങനെ എത്തി എന്നത് വ്യക്തമാക്കുന്ന ഒരു പ്രധാന രേഖയാണ്. ഓക്കെ, താങ്ക് യു.